ഓരോ ദിവസവും അപഹാസ്യനാകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെയാണ് 12 സ്ഥലത്തോ 15 സ്ഥലത്തോ പൊള്ളാച്ചി വരെ എയിംസ് കൊണ്ടുവരുന്നൊരു തരത്തിലുള്ള സംസാരമാണ്. ഇന്ത്യ ഭരിക്കുന്നിടത്ത് മാത്രമാണ് ഞങ്ങൾ വികസനം കൊണ്ടുവരുന്നുള്ളത്. ജനാധിപത്യത്തിന് എന്നാ പ്രാധാന്യമുള്ളത്? സത്യം പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു ബഡ്ജറ്റാണ്. കാരണം ആമയുടെ മുട്ട പരിചരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുക. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇന്നലത്തെ ബഡ്ജറ്റിനെ കേരളം കണ്ടത്. പക്ഷേ ആ പ്രതീക്ഷകളെ എല്ലാം നിലംപരിശാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ചെറുപ്പക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് ജോലി തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ തീർത്തും മോശം ഒരു അനുഭവം തരുന്ന ബഡ്ജറ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കുറേ കാലമായിട്ട് പറ്റിക്കുന്ന കാര്യമാണ് എയിംസ്. അതുപോലെ തന്നെ നമ്മുടെ എയിംസിന് പറയാൻ നമ്മുടെ ഇപ്പോൾ അതിവേഗ റെയിൽപാത, ഇങ്ങനെ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രം ഒതുക്കിക്കൊണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു ബഡ്ജറ്റാണ്. കാരണം ഇതൊക്കെ വാഗ്ദാനങ്ങൾ ഒതുക്കിക്കൊണ്ട് വെറും ആമയുടെ മുട്ട പരിചരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുക. അതായത് കേരളത്തിൻ്റെ വികസനം ഇനി മുന്നോട്ട് പോകുന്നത് ഒരാമ സഞ്ചരിക്കുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു കേന്ദ്രത്തിൻ്റെ നിലപാട് പോലെയാണ് ഇന്നത്തെ ബഡ്ജറ്റിനെ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങളോട് ഇതിന് മറുപടി പറയേണ്ടതാണ്. അതായത് ഉത്തരേന്ത്യയിലൊക്കെ നടത്തപ്പെടുന്ന പോലെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഓടി വന്ന് തന്നിട്ട് ഇതെല്ലാം ജനങ്ങളെ പറ്റി കണ്ണി പൊടിയിട്ടിട്ട് അവസാനം ബഡ്ജറ്റ് വരുമ്പം അതൊക്കെയാണ് ഇതിനകത്ത് നമ്മളെ അത് ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇതുപോലെ കേരളത്തെ കേന്ദ്രം തടയുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ എയിംസിനെ പറ്റിയിട്ട് സുരേഷ് ഗോപി MP ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര വൈറലായതാണ്. പക്ഷേ എയിംസോ അതിനെ പറ്റിയിട്ടൊരു വാക്കുപോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആൾ കേരളത്തിൻ്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഇത്രയും കണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ജനങ്ങളാണ്. ഓരോ ദിവസവും അപഹാസ്യനാകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, എയിംസിനെക്കുറിച്ച് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെയാണ് 12 സ്ഥലത്തോ 15 സ്ഥലത്തോ പൊള്ളാച്ചി വരെ എയിംസ് കൊണ്ടുവരുന്നൊരു തരത്തിലുള്ള സംസാരമാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു, തൃശ്ശൂർ കൊണ്ടുവരുന്നു, കായംകുളത്ത് കൊണ്ടുവരുന്നു. BJPക്കാർ തന്നെ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ഒരു വേണമെന്ന് പറഞ്ഞൊരു പ്രശ്നം ഇടയ്ക്കുണ്ടാകുന്നു. സുരേഷ് ഗോപിയായിട്ട് തന്നെ പ്രശ്നമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാനാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ഈ എയിംസിൻ്റെയൊക്കെ ചർച്ച എന്നിപ്പം മനസ്സിലാവുക. കാരണം കേരളത്തിലെ ജനങ്ങൾ, കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിപ്പ, അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾ കേരളത്തിൽ തുടർച്ചയായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നൊരു സ്ഥാനത്ത് എയിംസ് പോലുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ ആവശ്യം അനിവാര്യമാണ്. അത് നിലനിൽക്കെ തന്നെ എന്നാ പറയുക, ഈ പശുവിനെ പുല്ല് കാട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെതിരെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കണം. ഇവരോടൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് NDA ഭരിക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായേനെ എന്നാണ്. NDA ഭരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ NDA അല്ല ഇപ്പോൾ ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് NDA ആണ്, യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്നത് MD ആണ്. അപ്പം കേരളം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം NDA ഭരിക്കുന്നിടത്ത് മാത്രം, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന ഒരു രീതിയല്ല അത്. കാരണം NDA ഭരിക്കുന്നിടത്ത് മാത്രമാണ് ഞങ്ങൾ വികസനം കൊണ്ടുവരുന്നുള്ളത്. ജനാധിപത്യത്തിന് എന്നാ പ്രാധാന്യമുള്ളത്? സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായ അതിനെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ആർജവും ഒരു കഴിവ് പോലും ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ അദ്ദേഹം എന്തൊക്കെയോ ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ എന്തൊക്കെയോ സംസാരിച്ച് ഓടി കളിക്കുന്ന രീതിയായിരുന്നു അവസാനം. അതൊക്കെ തീർത്തും അപഹാസ്യകരമാണ്.